ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കണ വർക്കുകളെന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് ഉണ്ട്, ചെയിൻ സ്പോക്കറ്റ് മാറ്റണം, അതേപോലെ സ്പീഡോമീറ്റർ കേബിൾ ചെക്ക് ചെയ്യാണ്ട്, ബ്രേക്ക് ഷൂ ബാക്കിലത്തെ ബ്രേക്ക് ഷൂ ചെക്ക് ചെയ്യണം, അതേപോലെ ചെയിൻ്റെ സൗണ്ട് ക്യാം ചെയിൻ്റെ സൗണ്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് ടൈമിങ് ചെയിൻ്റെ സൗണ്ട് ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യാണ്ട്, ഓയിൽ ചെക്കപ്പ് ചെയ്യണം, വാട്ടർ സർവീസ് ചെയ്യണം, പിന്നെ അതേപോലെ തന്നെ കിക്കർ സൈഡ് ഓയിലിലേക്ക് ആക്സിലേറ്റർ കേബിൾ കംപ്ലൈൻറ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമ്മൾ നോക്കുമ്പോൾ ലൈനർ വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ലൈനറാണ്, അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. പുതിയ ലൈനറാണ് കേട്ടോ, കമ്പനി ലൈനർ കിടക്കണം. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ബാക്കിലത്തെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് നമുക്ക് മാറ്റിയിടണം. ചെയിൻ സ്പോക്കറ്റ് ഓൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ട്, ചെയിൻ സ്പോക്കറ്റ് മാർട്ടിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ, എയർ അടിച്ച് ക്ലീൻ ചെയ്യാൻ മതി, വേറെ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ടൈമിംഗ് ചെയിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ടാപ്പറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അതായത് വാൽവ് നല്ല രീതിയിൽ അടിയുണ്ട്, അതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ടൈമിംഗ് ചെയിൻ നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് എസ്റ്റിമേറ്റിൽ ടൈമിംഗ് ചെയിൻ്റെ ഭാഗം ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും ഞാൻ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് സ്പീഡോമീറ്റർ കേബിൾ നമ്മൾ മാറ്റാൻ വേണ്ടി അയച്ചാണ്. മീറ്റർ കേബിൾ പോയിട്ടുണ്ട്, അത് കൂടാതെ കൊണ്ട് ഈ ക്രൗണ് പീനിയൻ സെറ്റും കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി മാറ്റിയാലാണ് അത് റെഡി ആവുള്ളൂ കേട്ടോ. പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി ടയർ നിസ്സാരം കൂടി ഓടിക്കാനുള്ളൂ കേട്ടോ. വീൽ ബെയറിങ്ങൊന്നും കുഴപ്പമൊന്നുമില്ല, ടയർ കുറച്ചുകൂടി ഓടിക്കഴിഞ്ഞാൽ മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്തു, നിസ്സാരം കൂടി ഉള്ളൂ നമുക്ക് ഇതിനകത്ത്. അപ്പോൾ കൈയോടെ മാറ്റി വിടണം നല്ലത്, കാരണം എന്ന് വെച്ചാൽ ഇനി കിടന്ന് ഓടുന്തോറും കയറി പ്ലേറ്റുമേക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൈയോടെ ചേഞ്ച് ചെയ്തിടാം. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ സ്പാർക്ക് പ്ലഗൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. എഞ്ചിൻ ഓയിൽ നോക്കി, ഓയിൽ നല്ല ഓയിലാണ്, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. കിക്കറിൻ്റെ സൈഡിൽ ഓയിൽ സീൽ ലീക്ക് ഉണ്ട്, അപ്പോൾ നമുക്കതൊന്ന് ഓയിൽ സീൽ മാത്രമായിട്ട് മാറ്റാം. ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത്, 12 വോൾട്ട് 4 ആമ്പിയർ ബാറ്ററി. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് നോക്കി, 12.72 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ 8.5 താണ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 8.5, ഇത് 8.5 വോൾട്ടാണ്. 8.5 വോൾട്ടിൽ താഴേക്ക് ഏകദേശം 8.5 എന്ന് പറയുമ്പോൾ വലിയ താമസമില്ലാണ്ട് കംപ്ലയിൻസൊക്കെ കാണിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. 2023 അപ്പോൾ ഇത് 2025 ആയിട്ടുണ്ട്. ഏകദേശം വാറണ്ടി കഴിഞ്ഞ് നിൽക്കുന്ന സമയമുണ്ടോ, എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻ്റൊക്കെ പ്രതീക്ഷിക്കാം. ആ ഒരു സിറ്റുവേഷനിലാണ് ബാറ്ററി ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഓവറോൾ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ്റനൻസ് വരുന്നത്. നമുക്ക് ജനറൽ സർവീസിന് പുറമേ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറേണ്ടതായിട്ടുണ്ട്. പിന്നെ സ്പീഡോമീറ്റർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ വന്നോളും. ചെയിൻ സ്പോക്കറ്റിൻ്റെയാണ് അഡീഷണൽ വരാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. എൻജിൻ സൗണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ടൈമിംഗ് ചെയിൻ്റെ നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. നമ്മളത് സെറ്റ് ചെയ്ത് നോക്കട്ടെ, നമുക്ക് എന്നിട്ടും റെഡി ആയിട്ടില്ലെങ്കിൽ മാത്രം നമുക്ക് അതിൽ ചെയ്താൽ മതി. അതിൻ്റെ എസ്റ്റിമേറ്റ് ആവശ്യമായിട്ട് പറയുകയാണെങ്കിൽ അഡീഷണൽ എസ്റ്റിമേറ്റ് ആയിട്ട് തരാം. ഓക്കെ.